നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ ഏകതാ പ്രതിമയ്ക്ക് മുന്നിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു വരികയാണ്. ഗുജറാത്തിൽ നിന്ന് തത്സമയം. ये तस्वीरें आप देख रहे हैं एकता नगर। രാഷ്ട്രീയ ഏകതാ ദിവസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ പ്രതിമയ്ക്ക് മുന്നിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തുന്നു. ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ഐക്യഭാരതത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദിവസം, വിഘടിച്ചു പോകുമായിരുന്ന നമ്മുടെ ഭൂപടത്തെ ഏകോപിപ്പിച്ചു വച്ച ഒരാളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ഇപ്പോൾ ഏകതാ നഗറിൽ എത്തിക്കഴിഞ്ഞു. പുഷ്പാർച്ചന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി അവിടെ പുഷ്പാർച്ചന ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. അതായത് ഈ രാഷ്ട്രത്തിന്റെ ആദരം, രാഷ്ട്രത്തിന്റെ ഉരുക്ക് മനുഷ്യന് മുന്നിൽ അർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 150-ാം ജന്മവാർഷികം, സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് രാവിലെ രാഷ്ട്രപതിയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് ഡൽഹിയിൽ പട്ടേൽ ചൗക്കിലുള്ള പട്ടേൽ പ്രതിമയിൽ എത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയിരുന്നു. രാജ്യമെങ്ങും തന്നെ ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഗുജറാത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗുജറാത്തിലെ ഏകതാ നഗറിലെ പട്ടേൽ പ്രതിമ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിശേഷങ്ങൾ ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര മ്യൂസിയം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഏടുകൾ ആ പട്ടേൽ പ്രതിമയ്ക്കുള്ളിലുള്ള മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഈ രാജ്യം. ഇപ്പോൾ പട്ടേൽ പ്രതിമയ്ക്ക് മുന്നിലെത്തി സർദാർ വല്ലഭായ് പട്ടേൽ എന്ന രാജ്യത്തിന്റെ ഉരുക്ക് മനുഷ്യന് ആദരവർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നിനി അങ്ങോട്ട് കുറെ അധികം പരിപാടികൾ ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഏകതാ പ്രതിമയ്ക്ക് മുന്നിൽ നടക്കുന്ന ഈ ഒരു പരേഡുണ്ട്. അതാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. BSF, CRPF, CISF, ITBP, SSB എന്നിവയുടെയും സംസ്ഥാന പോലീസ് സേനകളുടെയും അംഗങ്ങൾ ഈ പരേഡിൽ അണിനിരക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാർഖണ്ഡിലെ നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളിലും ജമ്മു കശ്മീരിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിലും അസാമാന്യ ധൈര്യം കാണിച്ച, ധീരത കാണിച്ച CRPF-ൽ നിന്നുള്ള 5 ശൗര്യചക്ര പുരസ്കാര ജേതാക്കളെയും BSF-ൽ നിന്നുള്ള 16 ധീരതാ മെഡൽ ജേതാക്കളെയും ഈ പരേഡിൽ ആദരിക്കുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ധീരതയ്ക്ക് BSF ഉദ്യോഗസ്ഥരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആദരിക്കും എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 900 കലാകാരന്മാർ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമ്പന്നതയും വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന ക്ലാസിക്കൽ നൃത്തങ്ങൾ പ്രദർശിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികം രാജ്യം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷത്തെ രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്ക് വലിയ പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ആ ചടങ്ങുകൾ, ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പ്രേക്ഷകർ കാണാൻ പോകുന്ന അതിന്റെ പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. അത് കുറേയധികം സമയം നീണ്ടു നിൽക്കുന്ന പരേഡ് ഉണ്ടാകും. മറ്റൊന്ന്, രാജ്യമാസകലം എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഏകതാ ദിവസ് ആചരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഏകതാ ദിവസ്
ആചരിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത റൺ ഫോർ യൂണിറ്റി എന്ന കൂട്ടയോട്ടം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് തുടങ്ങി വെക്കുകയുണ്ടായത്. റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ ഈ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. അതായത് ഈ രാജ്യത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി കിടന്ന ഇന്ത്യൻ യൂണിയനുമായി ലയിക്കാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് സാധ്യമല്ലാതിരുന്ന മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും ഒരേ ചരടിൽ കോർത്തിണക്കി അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഈ രാജ്യം ഇന്ന് കാണുന്ന രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിയെടുത്തത്, കൂട്ടിയോജിപ്പിച്ചെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ അസാമാന്യ ധൈര്യവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസിന്റെ നയങ്ങൾ അതിനൊരു എതിർപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചെയ്തികൾ മാത്രമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രാജ്യത്തെ ഒരേപോലെ ഒറ്റച്ചരടിൽ കോർത്തിണക്കി ഏകീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഈ രാജ്യം എന്നെന്നും കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഹൈദരാബാദ് നിസാം ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഒപ്പം പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ ആ ഹൈദരാബാദിനെ ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതിനടക്കം എല്ലാത്തിലും ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടിടത്ത് ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചും എന്നാൽ തന്ത്രപരമായി സംസാരിക്കേണ്ടിടത്ത് അങ്ങനെ ചെയ്തും ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ, അദ്ദേഹത്തിന്റെ സമകാലീനരായ കോൺഗ്രസ് നേതാക്കളെ പോലെ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു ശൈലി സ്വഭാവം സർദാർ വല്ലഭായ് പട്ടേലിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ പക്കൽ കോടാനുകോടികളുടെ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഉണ്ടായിരുന്നത് ഈ രാഷ്ട്രത്തോടുള്ള അങ്ങേയറ്റം ഭക്തിയും ഈ രാഷ്ട്രത്തോട് അങ്ങേയറ്റം അഭിമാനവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്, ഈ രാജ്യത്തെ സംയോജിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത്. അത് പൂർണ്ണമായും വിജയത്തിൽ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഈ രാജ്യം 150-ാം ജന്മവാർഷിക വേളയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്, അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഏകതാ നഗറിലെത്തി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര ഡൽഹിയിൽ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിലൂടെ വ്യക്തമാക്കുന്നത് ഈ രാജ്യം നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ഉരുക്ക് മനുഷ്യനെ.